കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകളും ഭഗവാന്റെ പരമ ശിഷ്യന്മാർ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരെ, ഗുരു ഭക്തന്മാരെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചാനലിലൂടെ ചെയ്തു വരുന്നത്. ആൾക്കാരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രാജേന്ദ്ര സ്വാമികളാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. കാരുണ്യനിധിയായ ചിന്താലേശ്വരാത്മ അനുഗ്രഹം ഈ ഉള്ളവനിൽ നിറയട്ടെ. സത്യസ്വരൂപൻ്റെ ചൈതന്യമില്ലാതെ ഈ ജീവജാലങ്ങൾക്കൊന്നും അനുഗ്രഹം എന്തു തന്നെ കിട്ടിയാലും അത് അസ്ഥിരമാണ്. ഒരു മുട്ടയുടെ ഉള്ളിലൊരു ഭ്രൂണമുണ്ട്. ആ ഭ്രൂണം ഒരു ഉരുവായി അല്ലെങ്കിൽ ഒരു ജീവനായി ജീവിതം നയിക്കുവാൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യനും ഒരു പക്ഷിയായും ഒക്കെ പറന്ന് കളിക്കാൻ കഴിയൂ. അതിന് നമ്മുടെ സനാതന ധർമ്മത്തിൽ 4 പടിയുണ്ട്. മാതാ, പിതാ, ഗുരു, ദൈവം. ഈ 4 ആത്മാക്കളുടെ, പ്രത്യേകിച്ച് പറയുന്നു ആത്മാക്കളുടെയും പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അഞ്ചാമത് അറിയാനുള്ളവനും ആത്മാവാണ്, ആത്മാർത്ഥതയാണ്. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തിൽ, ആശ്വാസ കേന്ദ്രത്തിലാണ് ഞാൻ വന്ന് ഇരിക്കുന്നത്. എനിക്കറിയാനുള്ളതും ആത്മതത്വമാണ്. ഞാനിതല്ല. ഈ ആയുസിൻ്റെ, ഈ ശ്വാസത്തിൻ്റെ നാഥൻ ഈശ്വരനാണ്. ഈശ്വരത്തിൽ നിന്ന് ഈശ്വരൻ. അപ്പോൾ ആത്മാവ് ഈ ഉടലിൽ ഇരിക്കുന്ന നിമിഷം വരെ മാത്രമേ നാമം, രൂപം, ഭാവം, ജീവിതം, കഷ്ടപ്പാട്, സ്വാമിയായത്, ഏത് വേഷം കെട്ടി കളിക്കണമെങ്കിൽ ശ്വാസം വേണം. സ്വന്തം ജീവൻ്റെ ശ്വാസത്തിൻ്റെ മഹിമ പറഞ്ഞു കൊടുക്കുന്ന ഈശ്വരൻ്റെ പ്രത്യക്ഷ അവതാരമാണ് സത്യാന്വേഷിയായ ചിന്താലേശ്വര ഭഗവാൻ.
ആ ഭഗവാൻ കൊളുത്തി വച്ചിട്ട് പോയ ആ ദീപങ്ങളാണ് ഇന്നത്തെ ഈ ആശ്രമങ്ങളും ഈ അതിൻ്റെ അനന്തര ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആശ്രമ ബന്ധുക്കളും. ഭഗവാന്റെ ഒരിറ്റ് സ്നേഹം തിരിച്ചറിഞ്ഞവരോ അത് കൊതിക്കുന്നവരോ അതുമായിട്ട് സ്മരിക്കുന്നവരോ ആണ് ഈ ആശ്രമ ബന്ധുക്കളായി അരൂപമായി ആ ഭഗവാന്റെ ആ ആത്മസ്നേഹത്തിലൂടെ ഈ വാർഷികങ്ങളും ഈ സനാതനധർമ്മത്തെയും വീണ്ടും വീണ്ടും നമ്മളെ ഇത് വരും കാലങ്ങളിലേക്ക് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന് മരണമില്ല, ആത്മാർത്ഥതയ്ക്ക് മരണമില്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലാണ് ഒരു മാറ്റം വരേണ്ടത്. നമ്മുടെ ഉള്ളിലെ ആ ഇരുള് കടഞ്ഞെടുത്ത് വെളിച്ചം പകരുവാൻ സംശയ നിവാരണം, നാമജപം, ഗുരു പരമ്പരയുടെ അനുഗ്രഹം, അറിവുള്ളവരുമായിട്ടൊക്കെ ഒരു സാമീപ്യം, ഇതെല്ലാം നമ്മുടെ വരും തലമുറകൾക്ക് ഗുണം ചെയ്യും. അവർക്ക് തിരിച്ചറിവ് ആവശ്യമാണ്. അവർ ഏത് തലത്തിലായാലും മറ്റുള്ളവർക്ക് അനുഗ്രഹം ചൊരിയുവാനായിരിക്കണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുവാൻ. അതിന് അവർക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയും ചൈതന്യവും ബുദ്ധിയും സാമർഥ്യവും മറ്റുള്ളവർക്ക് ആനന്ദകരമായി ജീവിക്കുന്നതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ നമ്മുടെ കള്ളിക്കാടും പോത്തങ്കോടും നെയ്യാറ്റിൻകരയും ഭഗവാൻ കൊളുത്തിവെച്ച 3 ആശ്രമങ്ങളിലും നാമജപവും ഇതുമാതിരിയുള്ള സ്നേഹക്കൂട്ടായ്മയും ഉണ്ട്. അതിൻ്റെ ചെറിയൊരു കണിക ഈയുള്ളവൻ്റെ കരിപ്പൂര് മണ്ണിലും സ്വയംഭൂ മാതാശ്രീ വിശ്വംഭരി സാന്നിധ്യം പോലെ പ്രപഞ്ച രഹസ്യം ഇന്നതാണ്, ശിവപാർവതി രഹസ്യമാണ്, അച്ഛനും അമ്മയുമാണ് നമുക്ക് ജീവിതം പകർന്നു തന്നിരിക്കുന്നത്. അതിൽ ശിവപ്രിയ തന്നതെല്ലാം തിരിച്ചെടുക്കും. ശിവം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഉടലിരുന്ന് ഉടയവനെ കണ്ടെത്തുവാൻ, ആ ജീവൻ്റെ രഹസ്യമറിയുവാൻ, ജീവിതത്തെ തളർത്തി കാണാതിരിക്കുവാൻ, ചിന്താഗതിയിൽ ഒരു വെളിച്ചം വീശുവാൻ, നമ്മുടെ മനോഭാവത്തിൽ ഇരുട്ട് കയറാതിരിക്കുവാൻ സത്സംഗങ്ങളും ഈ സംശയ നിവാരണ കൂട്ടായ്മയും ഗുരുജനങ്ങളുടെ അനുഗ്രഹവും ഇതെല്ലാം ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ പാഴാവാതിരിക്കുവാൻ, ഈ സാഹോദര്യം നിലനിൽക്കുവാൻ ഏവരും മാതാപിതാക്കളാണ് ആദ്യം. മാതാവ് ഒരു അച്ഛനെ പരിചയപ്പെടുത്തും പോലെയാണ് കുട്ടി ആ അച്ഛനെ സമീപിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അച്ഛൻ ദൂരെയാണെങ്കിലും അമ്മ എങ്ങനെയാണോ പരിചയപ്പെടുത്തുന്നത് അതനുസരിച്ച് അച്ഛനെ ചേർത്ത് പിടിക്കുകയോ അകറ്റി കൊണ്ടുപോവുകയോ ചെയ്യുള്ളൂ. ആദ്യത്തെ ഗുരു മാതാവാണ്. അത്തരത്തിലും എൻ്റെ ഗുരു എനിക്ക് അമ്മയാണ്. രണ്ടാമത്തെ ഗുരു എന്ന് പറയുന്ന രക്ഷകർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ജന്മം തന്ന അച്ഛനാണ്. ആ അച്ഛനും അമ്മയും ചേർന്ന് നല്ലൊരു മാതൃകാപരമായ ഒരു ഗുരുവിനെ കാണിച്ചു തരികയാണെങ്കിൽ അതും നമുക്ക് ആ ഗുരു തീർച്ചയായിട്ടും ദൈവത്തെ കാട്ടിത്തരും. അങ്ങനെ നമുക്ക് ഈ തെക്കേ ഇന്ത്യയിൽ കലിയുഗത്തിൽ അപ്പുസ്വാമിയായിട്ട്, ആലയിൽ സ്വാമിയായിട്ട്, ആ വാക്കുകളിലെല്ലാം പൊരുളുണ്ട്. ആലയത്തിലിരിക്കുന്ന സത്തിനെ കടഞ്ഞ് തീയിൽ ഉരുക്കി എടുത്ത് അതിനെ നമുക്ക് ഇഷ്ടരൂപത്തിൽ അതിനെ ഒരു ആയുധമാക്കിയെടുക്കാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, അവനെ ഒരു അന്വേഷിയാക്കാം. ഏത് തരത്തിൽ എത്തിക്കാനും ആ ചെറുതിലേ നാം അതിനെ പരിപാലിക്കുന്ന, അതിലേക്ക് നിറയ്ക്കുന്ന ആ സംസ്കാരം, ആ ശീലങ്ങൾ
തീർച്ചയായിട്ടും ആ കുട്ടിയിൽ ഈ അറിവും തിരിച്ചറിവും കൂടി ചേർന്ന ഒരു കുട്ടിയായാൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ജീവിതത്തിന് ഉപകരിക്കും. നമ്മുടെ ചിന്താലേശ്വരൻ്റെ മഹിമ കൊണ്ട് ഇന്ന് ഭഗവാന് വലിയ ഭൗതിക വിദ്യാഭ്യാസമില്ല എന്ന് നമ്മളെ ഭൗതികതയിലുള്ള എല്ലാവർക്കും അറിയാം. ഇന്ന് മാർഗദീപം പോലെ അരൂപമായി അവിടെ എത്തുന്ന വരും തലമുറയ്ക്ക് കുട്ടികൾക്ക് അവിടെ ചിന്താലേശ്വര വിദ്യാലയം ഇന്ന് ആശ്രമത്തിൻ്റെ സജ്ജനങ്ങൾ ചേർന്ന് ഒരു മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് കള്ളിക്കാട് നടത്തുന്നുണ്ട്. അനേകം പുതിയ പുതിയ നൂതന വിദ്യകൾ ആ കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് അവരെ ഉണർത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സന്തതി പരമ്പരകൾക്ക് ഏത് വിദ്യയെക്കാളും പരമവിദ്യ അവനവൻ പാഴല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധമായ ഒരു ആ നേർവഴി കാട്ടിക്കൊടുക്കുന്ന ചിന്താലേശ്വര രഹസ്യം ആ തലയിലേക്ക് ഉദിച്ചു വരുവാൻ ആ നമ്മുടെ മക്കളാകുന്ന ആ ശരീരത്തിലിരിക്കുന്ന ബോധം തെളിഞ്ഞ് അവർ ലോകത്ത് പ്രകാശിക്കുന്ന ഒരു ശ്രേഷ്ഠ ഗുണമുള്ള ഒരു സന്തതിയായി മാറുവാൻ ഈ ഭഗവാന്റെ ഒരു കാരുണ്യം മാത്രം മതി. വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഈ ഒറ്റയാൻ പോരാളിയെ ഇന്ന് ചിന്താലേശ്വരനെ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പ്രപഞ്ചനാഥൻ്റെ രഹസ്യം ഇങ്ങനെ പാടി അറിയുന്ന വിധത്തിൽ പാടി പതിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ ഉള്ളവന് ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ഹൈന്ദവ വിശ്വാസത്തിലെ സനാതന ധർമ്മ വിശ്വാസത്തിലെ ഒരു 13 അഖാഡകളിൽ ഒരു അഖാഡയായ ആവാഹൻ അഖാഡയുടെ തിരുവനന്തപുരത്തെ മണ്ഡൽ മഹന്തായിട്ട് ഈ ഉള്ളവനെ സ്വയംഭൂ മാതാശ്രീ വിശ്വംഭരി ക്ഷേത്ര തിരുമുറ്റത്ത് വച്ച് സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് ചിന്താലേശ്വരൻ ദുർഗാനന്ദ സ്വാമി ആ ദുർഗാനന്ദ ബോധത്തിലൂടെ പ്രഭാകരാനന്ദ ബോധത്തിലൂടെ ആ പാലക്കാട്ടെന്ന ഗുരു എന്നെ ഇവിടെ വന്ന് തലവഴി അഭിഷേകം ചെയ്ത് ആ നിറവിലൂടെ ഭാരതത്തിൽ എല്ലാ ആശ്രമങ്ങളും എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും ഈ ജീവൻ്റെ രഹസ്യം വെളിപാട് പോലെ പാടി നടക്കുവാൻ ഈ ഉള്ളവന് ഒരു പ്രചോദനം ആയി വന്നത് ഈ കിടാത്ത ചിന്താലേശ്വര സ്നേഹപ്രകാശം എന്നിൽ ഇത് കൂട്ടിയിണക്കിയത് കൊണ്ടാണ്. എൻ്റെ ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഈശ്വരൻ്റെ ചിന്താലേശ്വരൻ ഈശ്വരനാണ്. ഈ ശ്വാസം ഈശ്വരൻ്റെയാണ്. നമ്മുടെ ശ്വാസം ഈശ്വരൻ്റെയാണ്. ഈശ്വരൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ. ആ മനുഷ്യത്വമെങ്കിലും നമ്മൾ തെളിയിക്കുവാൻ, ഈശ്വരനായില്ലെങ്കിലും വേണ്ടില്ല, മനുഷ്യത്വമെങ്കിലും തെളിയുവാൻ, മൃഗത്വത്തിൽ നിന്ന് അവനെ ഉണർത്തിയെടുക്കുവാൻ ആ ദീപം ജീവൻ്റെ വെളിച്ചം ഇങ്ങനെ അരൂപമായ സത്യം സ്വരൂപങ്ങളുടെ തലച്ചോറുകളിൽ എത്തട്ടെ എന്ന ആ നിഗമനത്തിലൂടെ പാടി നടക്കുന്നു. ആവാഹൻ അഖാഡയുടെ തിരുവനന്തപുരം മണ്ഡൽ മഹന്തായിട്ട് ഈ ഉള്ളവനെ അഭിഷേകം ചെയ്തെങ്കിൽ അത് മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് തലവഴി ആ ജ്ഞാനസ്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് ഈ പ്രപഞ്ചമാതാവിൻ്റെ ഈ ഭുവനേശ്വരിയുടെ നമ്മുടെ അമ്മയായ ഭാരതമാതാവിൻ്റെ മടിത്തട്ടിൽ അന്നം കഴിച്ചുകൊണ്ട് ആ അന്നപൂർണേശ്വരിയുടെ മടിത്തട്ടിൽ പിറന്ന നമ്മുടെ ബോധം തെളിയുവാൻ, നമുക്കിതെല്ലാം തന്നു വിട്ട ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ
ദേഷ്യം വരുമ്പോൾ, നിരാശ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ആത്മഹത്യ പ്രവണത വരുമ്പോൾ, മറ്റുള്ളവരെ തല്ലണമെന്ന് കൊതി തോന്നുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഒരു മനസ്സുണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു തിരിച്ചറിവുണ്ടായാൽ ജീവിക്കാൻ വന്നവർ കലഹിക്കാതെ പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും കഴിയുന്ന ഒരു വൃന്ദാവനമായി നമുക്ക് ലോകത്തെ കാണാം. അല്ലാതെ ശത്രു ഇല്ല ഇവിടെ. നാം പല പല രൂപഭാവങ്ങളിൽ അഭിനയിക്കുന്ന ജീവൻ്റെ ഓരോരോ കതിരുകളാണ്. നമ്മൾ സ്വയം തിരിച്ചറിയുക, എന്നിൽ ഞാനായിരിക്കുന്ന, നിന്നിൽ നീ ആയിരിക്കുന്ന ആ ജീവൻ്റെ ചൈതന്യം തിരിച്ചറിഞ്ഞാൽ, ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ, അതിൻ്റെ നേര് പകുതിയാണല്ലോ ആത്മാർത്ഥതയെന്ന് പറയുന്നത്. ഒന്ന് തിരിഞ്ഞ് നോക്കുക. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വിവാഹ ജീവിതത്തിൽ എല്ലാം ഒരു പോറലേൽക്കുന്നു എങ്കിൽ അവിടെ അഹങ്കാരം കുടികൊള്ളുന്നത് കൊണ്ടാണ്, കണ്ണ് കാണാത്തത് കൊണ്ടാണ്, ഒരു വിട്ടുവീഴ്ച അവിടെ ഉണ്ടാവാത്തത് കൊണ്ടാണ് ആ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ശിവപാർവതി രഹസ്യമറിയുവാൻ, നമ്മുടെ ജീവൻ്റെ രഹസ്യമറിയുവാൻ, സനാതന രഹസ്യമറിഞ്ഞാൽ കുടുംബക്കോടതിയിൽ പോകണ്ട, പരസ്പരം കലഹിക്കണ്ട. ഒരാൾ വയലൻ്റ് ആകുമ്പോൾ, ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ, ഒരാൾ സൈലൻ്റ് ആവാൻ ഒരു മനോഭാവം ഒതുക്കട്ടെ. ആത്മാവിന് നമ്മൾ നാമജപം എന്നും സാധന ചെയ്യുക. എനിക്കിന്ന് അനേകം പുണ്യാത്മാക്കളുടെ ഒരു സംഗമം തിരുവനന്തപുരം ജില്ലയിൽ ഭഗവാൻ തന്നു. നെയ്യാറ്റിങ്കര അതിശ്രേഷ്ഠമായ ഒരു പുണ്യാത്മാവും മഹാത്മാവുമാണ് അവധൂത പ്രസാദ് എന്ന് പറയുന്ന ഒരു ഒരു യോഗീവര്യൻ. അദ്ദേഹവും ഇതുമാതിരി സാധനാക്രമത്തിലൂടെ ആത്മഹത്യ, കലഹം, ഇങ്ങനെയുള്ള മനോഭാവങ്ങളിലേക്ക് വെളിച്ചം കൊടുക്കുന്ന മീറ്റുമി ധ്യാനകേന്ദ്രം നടത്തുന്ന ഒരു ആചാര്യനാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജവൈദ്യം മോഹൻലാൽ എന്ന് പറയുന്ന സന്യാസിവര്യൻ ആതുര ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുണ്യാത്മാവാണ്. ഇങ്ങനെ അനവധി സമകാലികരായ ആചാര്യന്മാർ ഒത്തുകൂടി ഞങ്ങൾ ഈ സനാതനധർമ്മത്തിൻ്റെ മഹത്വം ഹൈന്ദവ കുടുംബങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്ക്, മാതാപിതാക്കളിലേക്ക് ഒരു പ്രചോദനം കൊടുക്കുവാൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ആവും വിധം ഞങ്ങളത് ഒരു കർമ്മയോഗം പോലെ സ്വീകരിക്കുന്നു. അതിനോടൊപ്പം ഒരു സത്സംഗ രൂപേണി പാടി പുകഴ്ത്തുന്നു. നിസ്സംഗരൂപേണ ആ സത്യസ്വരൂപനിൽ ലയിച്ച് ജീവിതം ആ കേന്ദ്രബിന്ദുവിൽ അവനവനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രതിരൂപമായ മുന്നിലിരിക്കുന്നതിനെ യോഗപ്പെടുത്തുവാൻ ചേർച്ച, പരസ്പര ബഹുമാനവും സ്നേഹവും ആദരവും ഹൃദയത്തിൽ ഉദിക്കുവാൻ ഈ കണ്ണു തുറക്കുന്ന ലളിതമായ വിദ്യ എവിടെ ഇരുന്ന് വിളിച്ചാലും ചിന്താലേശ്വരൻ അവിടെ നിറഞ്ഞ് വിളയാടി പരീക്ഷ ഹാളിൽ പോലും ഭഗവാൻ തീർച്ചയായിട്ടും അവിടെ അനുഗ്രഹം ചൊല്ലും. 51 അക്ഷരം പഠിച്ചിട്ട് അമ്മയോട് സംസാരിക്കാൻ കേൾപ്പില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യ മനസ്സിൻ്റെ വളർത്തുദോഷമുണ്ടെങ്കിൽ അവിടെയും ചിന്താലേശ്വരനെ ചേർത്ത് പിടിച്ചാൽ, ഒന്ന് സ്മരിച്ചാൽ അമ്മയെ തിരിച്ചറിയും. ഞാൻ ഇങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയല്ലോ എന്ന് ആ മക്കൾക്ക് ഒരു വീണ്ടും വിചാരം വരും. അതുകൊണ്ട് മക്കളുടെ സിരകളിലേക്ക് ചിന്താലേശ്വര ആ കാരുണ്യ സ്നേഹം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഈ ജീവിതം കൊണ്ട്, ഈ ശ്വാസം നിലയ്ക്കുവോളം
എനിക്ക് പാടി പുകഴ്ത്തുവാൻ കഴിയുള്ളൂ. ഈശ്വരന് മരണമില്ല, ഗുരുപരമ്പരയ്ക്ക് മരണമില്ല, അഹങ്കാരത്തിന് എപ്പോഴും ആപത്താണ്, മരണമുണ്ട്. ഇത്രയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയും. 4 അറ്റാക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ശ്വാസം ഈ ഉടലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കുന്നത്, ഈ കൂട്ടിനകത്തിരിക്കുന്നത് ഞാനല്ല, എൻ്റെ ചിന്താലേശൻ മാവിൽ നിന്ന് നെട്ടുവഴി അനുഗ്രഹം എന്നിലേക്ക് പകർന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഗുരുപരമ്പരയുടെ അനുഗ്രഹമായി എവിടെ ചെന്നാലും ആനന്ദ നൃത്തമാകുവാൻ, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ അറിവുള്ളവരുടെ സാമീപ്യം നമുക്ക് കിട്ടുവാൻ, എവിടെ ചെന്നാലും ഒരു സീറ്റ് കിട്ടുവാൻ, എവിടെ ചെന്നാലും പ്രതിപക്ഷമായ ഒരു പുഞ്ചിരി കിട്ടുവാൻ നമുക്ക് ഒന്നേ നന്നാക്കാനുള്ളൂ, നമ്മുടെ കലശം. ഈ നെയ്ത്തേങ്ങ നിറയ്ക്കേണ്ട, ഇതിനകത്ത് തൊണ്ടുണ്ട്, ചിരട്ടയുണ്ട്, പരിപ്പുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കത്തുന്ന ഒരു പ്രകാശമുണ്ട്. അതാണ് സരസ്വതി, അതാണ് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ജ്യോതി. നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറത്തു വരുന്നത് അമൃതായിക്കോട്ടെ. ഇത് തന്നെയാണ് പാലാഴി കടഞ്ഞെടുക്കുന്ന ആ ശിവരഹസ്യം. ആ നമ്മളിലിരിക്കുന്ന അസുരന്മാരെയും ദേവന്മാരെയും സാന്നിധ്യത്തിൽ മനുഷ്യന് ഉപകരിക്കുന്ന ആ സരസ്വതി, ലക്ഷ്മി, ശക്തി, ബ്രഹ്മം, ശിവം, വൈഷ്ണവം, ഹനുമം, ശാക്തേയം എല്ലാം നമ്മുടെ ഭാവനയിലാണ്. ഒന്നിനോടും പിണങ്ങാതിരിക്കുവാൻ, എന്നോട് ഞാൻ പിണങ്ങാതിരിക്കണമെങ്കിൽ എന്നിൽ ഞാനായിരിക്കുന്നു. ചിന്താലേശ്വര ആ ചൈതന്യം എനിക്ക് മാത്രമല്ല, പക്ഷിമൃഗാദികളും സസ്യലതാദികളും നിലനിൽക്കുന്ന കാലം മനുഷ്യൻ ഉടലെടുത്ത് വന്നതുപോലെ ഈ പൂക്കൾ എന്തറിയുന്നു? ഇതിൻ്റെ പിറകിലിരിക്കുന്ന, അതിൻ്റെ നിറവിലിരിക്കുന്ന ആ ജീവൻ്റെ മഹിമ, വിത്ത് പൂവിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഞാനൊരു പൂവാണ്. ഈ പൂവിലിരിക്കേണ്ടത് ആ സരസ്വതിയാണ്. സരസ്വതി വഴങ്ങിയാൽ ബ്രഹ്മത്തെ കാണിച്ചു തരും, ബ്രഹ്മം വഴങ്ങിയാൽ വിഷ്ണുവിനെ കാണിച്ചു തരും, വിഷ്ണു വഴങ്ങിയാൽ ശിവത്തെ കാണിച്ചു തരും. ഒരു ദേവനെയും നമുക്ക് കുറ്റം പറയണ്ട. എല്ലാം മനോമണ്ഡലത്തിൽ ഒന്നായി വരട്ടെ, ആത്മതലത്തിൽ ഒന്നായി വരട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ജീവിതം നയിക്കുവാൻ നമ്മുടെ തേര് ഭഗവാൻ നയിക്കട്ടെ. ഒന്ന് എളിമയാകുക, നമ്മളിലേക്ക് വലിയവൻ വന്ന് ആ ആനന്ദ നൃത്തമാടുമ്പോൾ സച്ചിദാനന്ദം, ജീവിതം ആനന്ദപ്രദമാകും. ഇതാണ് അനുഭവം. അപ്പോൾ സ്വാമി വളരെ കാര്യമായിട്ട് ഭക്തർക്ക് വേണ്ടി നല്ലൊരു സത്സംഗം തന്നെ നടത്തിയെന്ന് പറയാം. ഭഗവാന്റെ കാര്യങ്ങളാണ് സർവവും ഗുരുമയം, സർവവും ആനന്ദമയമായിരിക്കുന്ന ആനന്ദേശ്വരൻ സാക്ഷാൽ ചിന്താലീശനാണ്, സ്വാമിയല്ല. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന എന്നെ നയിക്കുന്ന ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ്. അതിലുപരി അങ്ങ് മുമ്പ് നമ്മളെ ചാനലിൽ വന്ന് സംസാരിച്ചു. അതിപ്പോൾ ഈ അങ്ങയുടെ പ്രഭാഷണം കാണുന്നവർ അത് കാണും, സ്വാഭാവികമായിട്ട് ബാക്കിലോട്ട് പോയി കാണും. കാരണം സ്വാമി ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ സന്യാസി പരമ്പരയുടെ ശ്രേഷ്ഠനായി അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യ സന്യാസ മഹാസഭയിലെ തിരുവനന്തപുരത്തിൻ്റെ ചാർജായി മാറേണ്ട ആളല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ കാരുണ്യവും ചിന്താലേശൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിനുള്ളിടത്തോളം കാലം സ്റ്റേറ്റിൻ്റെ അല്ല, രാജ്യത്തിൽ തന്നെ ഒരു പ്രധാനിയായി മാറാൻ ഭഗവാൻ സാധിക്കും. ഭഗവാൻ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കും. അതിന് ഒരുവിധ സംശയം വേണ്ട. അത്ര യോഗ്യത ഉള്ള ആളാണ്, അത്ര പുരോഗതി, അത്ര ഭക്തനാണ്. ഇപ്പോൾ നമുക്ക് യോഗ്യത നിശ്ചയിക്കുന്ന നമ്മളല്ല, ആ പരബ്രഹ്മമൂർത്തിയാണ്.
സാക്ഷാൽ ഭഗവാൻ ചിന്താലേശൻ. നമ്മളുടെ അദ്ദേഹം നേരത്തെ പറഞ്ഞു ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം. മന്ത്രം ഭഗവാൻ എല്ലാവർക്കും ഉപദേശിച്ചു കൊടുത്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഇതിൽ എത്ര പ്രാവശ്യം ഹരേ എന്ന് വിളിക്കുന്നുവോ അത്രയും പ്രാവശ്യം നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കും. എത്ര പ്രാവശ്യം രാമ എന്ന് വിളിക്കുന്നുവോ അത്ര പ്രാവശ്യം ഹരേ എന്ന് വിളിക്കും. ഇവിടെ ഹരേക്കാണ് പ്രാധാന്യം. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്കണേ ഭഗവാനെ, എന്നിലിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും, ദുഷ്ടശക്തി എന്ന് പറയുമ്പോൾ എൻ്റെ കോപമാവാം, അഹങ്കാരമാവാം, രോഗമാവാം, ദുരിതമാവാം, അല്ലെങ്കിൽ ആഗ്രഹ നിവൃത്തിയില്ലായ്മയാവാം, അത്യാഗ്രഹമാവാം, എന്തോ ആയിക്കോട്ടെ, അതിനെല്ലാം ഹരിക്കണേ ഭഗവാനെ, ഹരിച്ചെന്നെ നന്മയിലേക്ക് നയിക്കണേ. ഇതാണ് അല്ലയോ കൃഷ്ണ, ഹരേ കൃഷ്ണ ഹരേ രാമ. അപ്പോൾ ഈ മന്ത്രമാണ് നമ്മുടെ ആശ്രമങ്ങളിലെല്ലാം ജപിക്കുന്നത്. ഇതെല്ലാം ഭഗവാൻ പണ്ട് കൊച്ചിലെ ഞാൻ കേട്ട് പഠിച്ചതാണ്. 64 കോടി ഹരേ രാമ മന്ത്രം ജപിച്ചാൽ അവന് ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് പോവും എന്ന് ഭഗവാൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 64 കോടിയൊന്നും വേണ്ട, ചിലപ്പോൾ 1 കോടി ചിന്താലേശായ പരമഗുരുവേ നമഃ, അല്ലെങ്കിൽ ചിന്താലേശ പരബ്രഹ്മനെ നമഃ, പരമ ഗുരുവിനെ പ്രാർത്ഥിച്ചാൽ 64 കോടിക്ക് പകരം 1 കോടി മന്ത്രം ജപിച്ചാൽ മതി. പരമഗുരുവിൻ്റെ പാദത്തിൽ നമുക്ക് അഭയം കിട്ടും. അതായത് ഈശ്വരനിൽ ലയിക്കാൻ സാധിക്കും. അത്ര ശക്തി സ്വരൂപനാണ് സാക്ഷാൽ നമുക്ക് കാണപ്പെട്ട ദൈവമായി, നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞ, നമുക്കെല്ലാം എന്തോ പറയാൻ കൂടെ നിന്ന് അനുഗ്രഹം തന്ന് തലോടി ചേർത്ത് പിടിച്ച് നിന്ന സാക്ഷാൽ ഈശ്വരൻ ചിന്താലേശൻ. അപ്പോൾ ആ ഭഗവാനെയാണ് ഞങ്ങൾ സ്മരിക്കുന്നത്. അപ്പോൾ എല്ലാ ദൈവങ്ങൾക്കും അതീതനാണ് സാക്ഷാൽ ഈശ്വരൻ. ഇപ്പോൾ ചിന്താലേശ്വരനെ ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ എന്ന് ജപിച്ചാൽ മതി. എല്ലാ മന്ത്രങ്ങൾക്കും അപ്പുറത്തുള്ള മന്ത്രമായി മാറും. അത് തന്നെയാണ് ഞങ്ങളുടെ മൂലമന്ത്രം. ഓരോ ആൾക്കാർക്കും മൂലമന്ത്രം ഉണ്ടാവും. ഗണപതിക്ക് മൂലമന്ത്രമുണ്ട്. ഓം ഹ്രീം ശ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതേ നമഃ എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് അത് മതി. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഞങ്ങളുടെ മൂലമന്ത്രം ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ എന്ന് ആ പരബ്രഹ്മത്തെ ഭജിച്ചാൽ മതി. എല്ലാ ദുരിതത്തിനും എല്ലാത്തിനുമുള്ള ഒറ്റമൂലിയാണ്. സ്വാമി ഇത്രയും സമയം വളരെ കാര്യമായിട്ട് ഭക്തർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ഒരു സത്സംഗ രൂപേണ എല്ലാം പറഞ്ഞു തന്നു. ഇത്രയും സമയം അദ്ദേഹം ഒരു ആശ്രമം നടത്തുന്ന ആളെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് സന്യാസി സഭകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഓരോ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ്. അല്ലാതെ എത്ര വലിയ സന്യാസി വരികയെന്ന് പറഞ്ഞാലും പ്രവർത്തന മികവില്ലെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് അദ്ദേഹത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ഈ ചാനലിൽ വന്ന് ഭഗവാന് വേണ്ടി, അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് അങ്ങേക്ക് ഒന്നുകൂടെ എൻ്റെ നന്ദി, നമസ്കാരം.